വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. അന്നേരം എന്താ മോളെ എന്താ ഈ രാത്രിയിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നിങ്ങനെ ശ്യാമം പറയുന്നുണ്ട്. അന്നേരം ശാരിക അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇറങ്ങി പോകുന്നു എന്തിനും ചോദിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് മനസ്സിലായില്ലേ എനിക്കിനി അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ടിഞ്ഞ് പോകുന്നു. പിന്നെ എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ നോക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇനി വന്നു എന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ടാണോ നിനക്ക് തോന്നിയത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഭർത്താവ് അവരുടെയൊക്കെ അടിമയായിട്ടാണ് നിൽക്കുന്നത്. ഭാര്യയുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരാനായിട്ട് അങ്ങനെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്കിനി അങ്ങനെ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരികയും അത് കേട്ടുകൊണ്ട് ശ്യാമയ്ക്ക് സൈഡ് പിടിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എനിക്കവിടെ ഒരു സംസാരത്തിന് ഒരു വോയിസും ഇല്ല. രാജീവേട്ടൻ അമ്മ പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ, അതുപോലെ എൻ്റെ നേരെ ചാടിക്കടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, രണ്ട് പാത്രമായി എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നീ പറയുന്നത് നിന്റെ കാര്യമാണ്. അവിടെ വിജയലക്ഷ്മി പോലെ ഇവിടെ ഉറഞ്ഞു തുള്ളാനായിട്ട് വേറെ ആരുമില്ല. പണ്ടത്തെ സത്യാമ്മയല്ല ഇപ്പോൾ ഉള്ളത്. മുൻപാണെങ്കിൽ സത്യാമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, വഴക്ക് പറയും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ സത്യാമ്മ മാറിപ്പോയി. ഇപ്പോൾ സത്യാമ്മ എന്തെങ്കിലും പറയൂ എന്നുള്ളത്, വഴക്ക് പറയുമോ വേർതിരിച്ച് കാണുമോ എന്നുള്ള പറഞ്ഞതൊക്കെ ഇവള് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവിടെ രണ്ട് മരുമക്കളെ രണ്ട് രീതിക്കാണ് കാണുന്നത് എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഈ കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ശാരിയോട് പറയുന്നുണ്ട്, നീ കുഞ്ഞിനെ അകത്ത് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമെന്ന്. അന്നേരം മോൾക്ക് ഇലയുടെ അട ഇഷ്ടമാണോ എന്ന് എന്തോ ചോദിക്കുന്നുണ്ട്. വല്യമ്മ തരാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം അതും ചായയും വല്യമ്മ തരാം, മോള് മുഴുവൻ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അനുവിനെ ശ്യാം പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു കൊടുക്കുന്നില്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ. അതിന് കുഞ്ഞ് പോയ ശേഷം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, പപ്പിമോള് നിന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, അല്ല നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ കുഞ്ഞെന്ന്, അത് നിനക്കങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. രോഹിത് വന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിനെ വിട്ടുകൊടുത്തേ സാധിക്കത്തുള്ളൂ, അംഗബലം അവർക്കാണ് കൂടുതൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും ഒക്കെ കുഞ്ഞേച്ചിയുടെ മഹത്വമാണല്ലോ വിളിച്ച് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹത്വം തന്നെയാണ്, അവൾക്ക് ആ പേര് തന്നെയാണ് യോജിക്കുന്നത്. പെറ്റ കുഞ്ഞിനെ ഒരമ്മയും അങ്ങനെ തരില്ല, നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയല്ലേ അവൾ തന്നത്, അതുകൊണ്ട് അവർ വന്ന് ചോദിച്ചാൽ നിനക്ക് കുഞ്ഞിനെ കൊടുത്തേ മതിയാകൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ശ്യാമ ആകെപ്പാടെയും ദേഷ്യവും ബാക്കി എല്ലാവരും എന്തോ കുറ്റം ചെയ്ത പോലെയും ശ്യാമ നല്ല പുണ്യവതി എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ആർക്കും വിട്ടു, അങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ, രോഹിത്തും വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും ഒക്കെ ഇങ്ങോട്ട് വരട്ടെ, എല്ലാത്തിനും ഞാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവിടെ രോഹിത്തിന് പിന്നെ പുതിയൊരു ജോലി കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട്, കൊട്ടേഷൻ പണി കൂടി. ആരുടെയും കത്തിക്കില്ലേ തീരാവുന്നതേ ഉള്ളൂ ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഈ പണി തന്നെയല്ലേ വിഷ്ണുവും ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ശാലിനി ഇവിടെ വന്ന് പരാതി എന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല എന്നിങ്ങനെ ശ്യാമയങ്ങ് കരുതുള്ളി പറയുകയാണ്. പപ്പിയുടെ കാര്യം ഇതുവരെ സത്യാമ്മ അറിഞ്ഞിട്ടില്ലല്ലോ, അറിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതം തകരുമെന്ന് അറിയാമല്ലോ. അങ്ങനെ എന്നെ ആരും ഒറ്റപ്പെടുത്താനൊന്നും നോക്കണ്ട, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലോ, ഞാൻ മുങ്ങുകയാണെങ്കിൽ ഞാൻ കൂട്ടത്തോടെ മുക്കും, പിന്നെ എന്നെ അറിയാമല്ലോ, എനിക്ക് എൻ്റെ നിലനിൽപ്പാണ് വലുത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമയിൽ ഒരുമാതിരി ഭ്രാന്തമായ രീതിയെ പോലെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ സത്യാമ്മ അറിഞ്ഞാലേ അവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരാവുന്നേ ഉള്ളൂ. നിന്റെ ജീവിതം എന്തിനാ നീ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ശാലിനിയോട് സത്യഭാമ അവിടെ കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ കൊണ്ടുമാണ് ഈ ശ്യാമയ്ക്ക് കൂടുതൽ കരുതുള്ളത്, തനിക്ക് അവിടെ സ്ഥാനം കിട്ടുന്നില്ല എന്നൊക്കെയാണ് ശാരദാമ്മ പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നിനക്ക് അവിടെ അവർ പറയുന്ന പോലെ കേട്ട് നിന്നൂടെ, രോഹിത്തിനെ അവർ പറയുന്ന അനുസരിക്കാനേ നിവർത്തിയുള്ളൂ. രോഹിത് സത്യാമ്മയുടെ മകനല്ല, ദത്തുപുത്രനാണ്, അവൻ അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ, നീയും അങ്ങനെ നിൽക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല. ശാലിനിയോടുള്ള സ്ഥാനം അവിടെ ശ്യാമയ്ക്കും വേണമെന്നൊക്കെയാണ് ശ്യാമയുടെ വാശി പിടിക്കുന്നത്. വെറുതെ എന്തോ ഒരു മിഥ്യാധാരണ എന്ന പോലെ ശ്യാമയില്ല ഭ്രാന്തമായ രീതിക്ക് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചു പറയും, പപ്പിയുടെ കാര്യം വിളിച്ചു പറയുന്നൊക്കെയാണ്. പക്ഷെ അവിടെ സത്യഭാമയാണെങ്കിൽ ഈ പപ്പിയുടെ കാര്യം അറിഞ്ഞാലും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. തൻ്റെ വിഷ്ണുവിൻ്റെ മകളാണ് എന്നറിയുമ്പോൾ കൂടുതൽ സ്നേഹിക്കത്തേ ഉള്ളൂ. അവിടെ ശ്യാമയാണ് പുറത്താകാൻ പോകുന്നത് എന്നുള്ളത് അവിടെ ശ്യാമ ആലോചിക്കുന്നില്ല. ശ്യാമ കരുതുന്നത് സത്യാമ്മ അവിടെ ശാലിനിയും കൂടി അടിച്ച് പുറത്താക്കും എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എന്നിട്ട് ദേഷ്യപ്പെട്ട് ശ്യാമ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ എന്താ ചെയ്യുക, ഒന്നിന് പിറകെ ഒന്നായിട്ട് വരികയാണല്ലോ, ഇവിടുത്തെ എന്ത് ഭാവിച്ചാണെന്നും പറഞ്ഞ് ശാരദാമ്മ വിഷമിച്ച് നിൽക്കുന്നുണ്ട്.
തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ശാലിനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ ഓഫീസിൽ തന്നെയാണ്. അന്നേരം പറയമ്മേ, ഇന്ന് ജോലി തിരക്ക് ഒരുപാടുണ്ടായിരുന്നു, വല്ലാത്ത ക്ഷീണമൊക്കെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം മോള് വീട്ടിലേക്ക് പോയില്ലേ, അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ചോദിക്കുകയാണ്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ ശ്യാമ അവിടെ നിന്ന് വഴക്കിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്, രോഹിത്തിനോട് എന്തോ പണി ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. അന്നേരം ശ്യാമയ്ക്ക് ഇപ്പോൾ എല്ലാവരോടും ഒരു വൈരാഗ്യ ബുദ്ധി തന്നെയാണ്. എന്നോട് പോലും അങ്ങനെയാണ് സംസാരിക്കുന്നത്, അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയാവുന്നുണ്ട്. പക്ഷേ അന്നേരവും കമലിനാണെങ്കിൽ വെളിയിൽ തൻ്റെ ഓട്ടോമായിട്ട് നിൽക്കുകയാണ്. കമലൻ പോയിട്ടുണ്ടായിരുന്നില്ല. രാമേട്ട ഇങ്ങനെ കാറിന് മുൻപിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ അനുവല്യയോടൊപ്പം ഇനി ഇറങ്ങി വരികയാണ്. അന്നേരം രാമേട്ട ഇങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ അപ്പുറത്ത് കമല ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുകയാണ്. അന്നേരം കമലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം എടാ നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് ഏട്ടത്തിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് പറയാതെ പോയാൽ ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ വല്ലാത്ത ദിവസമായിരുന്നു കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മോശമായിട്ട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഏട്ടത്തിയമ്മ ദേഷ്യത്തിരിക്കുകയാണെന്ന് ഞാൻ അപ്പോൾ ഓർക്കണമായിരുന്നു, അതെൻ്റെ തെറ്റ്, ഞാൻ അതിനൊന്നും അല്ല, ഇത് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്താ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടത്തിയമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ആശാൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്കത് സഹിക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നീ വീണ്ടും പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല, ഞാൻ ആകെ ടയേർഡാണ്, നീ പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമായിരുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ കമലിനൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ പറയാനായിട്ട്, പക്ഷേ കമലെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം തകരുന്ന എനിക്കിഷ്ടമല്ല, പിന്നെ ഏട്ടത്തിയമ്മയെ എൻ്റെ ആശാനെ സ്വന്തം ഏട്ടനായിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയമ്മ എന്ന് പേര് അങ്ങനെ എടുത്ത് വിളിക്കുന്നതൊക്കെ എന്ന് പറയുമ്പോൾ നീ വീണ്ടും കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. ശാലിനിക്ക് ആകെപ്പാടെ ഒരു ക്ഷീണമൊക്കെ. അന്നേരം പറയുന്നുണ്ട് എൻ്റെ ആശാൻ എന്തോ ഒരു കുഴപ്പമുണ്ട്, ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പെണ്ണ് വിളിക്കുന്നുണ്ട്, പിന്നെ അവരെ ഞാൻ 1, 2, 3 തവണ കണ്ടു, പൈസ കൊടുക്കുന്ന കണ്ടു, തോളി തട്ടി ആശ്വസിപ്പിക്കുന്ന കണ്ടു, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ട് വയ്ക്കുകയാണ്. ആ കമലിൻ്റെ വിഷമമൊക്കെ ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശാലിനി പറയുകയാണ്, എടാ അത് എനിക്കറിയാം, അത് പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഒരു കൂട്ടുകാരിയാണ്, പണ്ട് കൂടെ പഠിച്ചതാണ്, രേഷ്മ എന്നാണ് പേര്, എന്നെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയല്ല, എന്തോ ഒരു നിൻ്റെ ആശാനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മ വേണമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു, അങ്ങനെ എന്തെങ്കിലും നിൻ്റെ ആശാൻ എന്നെ മറയ്ക്കുന്നുണ്ടെങ്കിലും എന്നെ അങ്ങനെ പരിചയപ്പെടുത്തി തരും, എന്നെ മറയ്ക്കാനല്ലേ നോക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത വയലെ കമലം പറയുന്നുണ്ട്, അത് മറ്റാരെങ്കിലും പറഞ്ഞ് ഏട്ടത്തിയമ്മ അറിയുന്നതിന് മുന്നേ വേണ്ടി അങ്ങനെ ഒന്നും ഇരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പരിചയപ്പെടുത്തിയതാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഒരു നിമിഷം ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. അവർ എൻ്റെ ആശാൻ്റെ കുടുംബജീവിതം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് പിന്നെ ശ്രീരാമദേവന് ഭക്തഹനുമാൻ കാണുമ്പോൾ എപ്പോഴും സീതാദേവി കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം, എങ്കിലേ ആ ഒരു ദർശനം പൂർണ്ണമാവുകയുള്ളൂ, അതുപോലെ എൻ്റെ ആശാൻ്റെ കൂടെ ഈ സീതാദേവി ഏട്ടത്തിയമ്മ എന്നും ഉണ്ടാകണം, അതുകൊണ്ട് ഏട്ടത്തിയമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും ആശാൻ്റെ മേലിൽ ഉണ്ടാകും, എങ്കിലത് തട്ടാതെ ഉടയാതെ നിങ്ങളുടെ ദാമ്പത്യം പിന്നെ തിരികെ കിട്ടും, അതങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഗുരുത്വദോഷം പറയുകയല്ല, നന്ദിയിടും പറയുകയല്ല, എന്തോ ഒരു എൻ്റെ മനസ്സിലെ ആദിയാണ്, അതുകൊണ്ട് ഏട്ടത്തിയമ്മ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കണ്ണ് ആശാൻ്റെ മേലിൽ എപ്പോഴും ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് വീണ്ടും എന്തൊക്കെയോ സംശയങ്ങളെ മനസ്സിലൂടെ ഓടുകയാണ്. ശാലിനി ആലോചിക്കുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷ്ണു രേഷ്മയെ പരിചയപ്പെടുത്തി രേഷ്മ എന്ന് പറഞ്ഞ് ഓടി ചെന്നതും രേഷ്മ പറഞ്ഞതും, അന്ന് നീ പഠിത്തം നിർത്തി എന്തിനാണെന്നറിയാമോ, അജയനെ തള്ളി പൊട്ടക്കുളത്തിട്ടതിന്, അതും എന്തിനാണെന്നറിയാമോ, അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്, നീ മറന്നാലും അന്ന് ഞാൻ മറക്കില്ല എന്നൊക്കെ രേഷ്മ പറഞ്ഞതും, പിന്നീട് രേഷ്മ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വിഷ്ണു നോക്കി നിന്നതും ഒക്കെ അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതെ, ആഴത്തിൽ പതിഞ്ഞ തന്നെയാണ്, അങ്ങനെയൊന്നും മറക്കാനായിട്ട് സാധിക്കില്ല, താനല്ലാതെ മറ്റൊരു പെണ്ണിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് രേഷ്മയാണെന്നൊക്കെ പറഞ്ഞത് ശാലിനി 1-2 തവണ ഇങ്ങനെ മനസ്സിലിട്ട് ഓടിക്കുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സങ്കടമൊക്കെ വരികയാണ്. എന്നിട്ട് ശാലിനി തൻ്റെ ഈ നാലുമാല ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ കമലിന് അവിടെ ശാലിനിയോട് വന്ന് പറഞ്ഞത് ശാലിനിയെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അത് ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതേസമയം അവിടെ രാത്രിയാണെങ്കിലും അമ്മയുടെ വീട്ടിൽ രാഘവൻ നായർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പിള്ള ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ വണ്ടി വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണു കുഞ്ഞ് വന്നു എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത പോലെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം എന്താ വെച്ചാൽ ആര് യുദ്ധം ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശ്യാമ എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയോ പിന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട്.
അന്നേരം അതേ നീ രോഹിത്തിനെ ജോലി ഏൽപ്പിച്ചതൊന്നും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവനെ കൊല്ലാൻ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ വീടെടുത്ത് തിരിച്ചു വെച്ചിട്ടാണ് അവൾ പോയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം പോയോ എവിടേക്ക് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയുടെ വീട്ടിലേക്ക് പപ്പി മോളെയും കൊണ്ടാണ് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ രോഹിത്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ കലുതുള്ളി പിന്നാലെ പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ പോയിട്ട് വരട്ടെ, എന്തായാലും അവൻ പോയി അവനെ കൊച്ചിൻ്റെ കൂട്ടിക്കൊണ്ട് വരട്ടെ, പെണ്ണുങ്ങൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ലല്ലോ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ശാരദാമ്മ എല്ലാം സത്യഭാമം പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇതിപ്പോൾ അവൻ വെറുതെ വീട്ടിലിരിക്കല്ലേ, ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അവനെ വിളിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ലോ, അമ്മയുടെ കാര്യങ്ങൾ നടക്കുമല്ലോ, അമ്മയ്ക്കൊരു സഹായമാവില്ലേ എന്നുദ്ദേശിച്ചാണ് ചെയ്തത്. ഇതിപ്പോൾ നാട്ടുകാരറിഞ്ഞാൽ അവരുടെ ജീവിതം ഞാൻ അടിയുണ്ടാക്കി പിരിച്ചു എന്നൊക്കെ ഇല്ലി കരുതൂ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ കരുതുന്നത്? ശാരദാമ്മയ്ക്കും ശാലിനിക്കും എല്ലാവരും ബുദ്ധിയും വിവേകവും ഉള്ളവരല്ലേ, അപ്പോൾ നീ നല്ല ഉദ്ദേശമാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമൻ പറയുകയാണ്, വെറുതെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഇങ്ങനെ തോന്നുന്നതായിരിക്കും, വെറുതെ ഇരുന്ന് തിന്നുകയല്ലായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടം ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ ഭാമയും പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, എന്നാലും എല്ലാവരും കൂടി എന്നെ അല്ലേ പഴിക്കത്തുള്ളൂ, ഇതിപ്പോൾ എൻ്റെ തലയിലായല്ലോ എന്നും പറഞ്ഞ് പിന്നെ വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം സത്യഭാമൻ പറയുകയാണ്, എൻ്റെ പേടി അതല്ല, ഇതിപ്പോൾ ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് രോഹിത്ത് പോയിരിക്കുന്നത്, ശാലിനിയുടെ വീടല്ലേ, കളക്ടർ അവിടെ താമസിച്ചില്ല എങ്കിലും അത് കളക്ടറുടെ വീടല്ലേ, ഇനി രോഹിത്ത് പോയ അവിടെ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളതാണ് എൻ്റെ ആദി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ചെല്ലുന്ന രോഹിത്താണെങ്കിൽ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം മോളെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, അന്നേരം ഞാൻ കുഞ്ഞിനെ വിടില്ല എന്നും പറഞ്ഞ് ശ്യാമ ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മയെ ശരിയൊക്കെ ഇറങ്ങുകയാണ്. പക്ഷെ രോഹിത് ബലമായിട്ട് കുഞ്ഞിനെ അങ്ങ് പിടിക്കുകയാണ്. അന്നേരം കുഞ്ഞങ്ങ് ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാകുന്നുണ്ട്, പപ്പിയാണെങ്കിൽ. അന്നേരം ശാരദാമ്മ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് ശാരദാമ്മയെന്നും പറഞ്ഞ് കുഞ്ഞ് കരയുകയാണ്. നിങ്ങൾ തമ്മിൽ അടി കൂടി വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിനെ ഇട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയാണ്, കുഞ്ഞിനെ എൻ്റെ കൂടെ നിർത്തേണ്ടത്, ഇവളെ കൂടെ എന്തായാലും നിർത്തില്ല, ഇവളുടെ അഹങ്കാരവും കണ്ട് എൻ്റെ കുഞ്ഞ് വളരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണല്ലോ, അടിയും ഇടിയും കൂടി പണം പിരിക്കാൻ പോകുന്നതും ഗുണ്ടായുസം കാണിക്കുന്നതും നമ്മുടെ അറിവിൽ ഇതിനൊക്കെ ഗുണ്ടാപ്പണി എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് പിന്നെ ശാരികയും ശരിവയ്ക്കുകയാണ്. ശ്യാമ പറയുന്നതിലും കാര്യമില്ലേ അമ്മേ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. നീ മിണ്ടാതിരിക്കടി എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും ശാരിക വകവയ്ക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ പണ്ടേ ഈ പണി ചെയ്യുന്നത് കൊണ്ട് തഴക്കും പഴക്കവും ഒക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തഞ്ചത്തിൽ അവൻ നിൽക്കാനും അറിയാം, ഈ പണിക്ക് പോകുന്നതിനൊക്കെ കേസും ഒക്കെ ഉണ്ട്. പക്ഷേ രോഹിത് അതുപോലെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിന് ദേഷ്യം വരികയാണ്. രോഹിത് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇവളോട് പറയും എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ പറയുമെന്ന് പറയുകയാണ് ശ്യാമയെ നോക്കിയിട്ട്. അന്നേരം പിന്നെ ഞാൻ നിങ്ങൾക്ക് ജോലി ഉണ്ടാക്കി തരണമല്ലേ, ഭാര്യയും മക്കളെയും നോക്കണമെങ്കിൽ ആണുങ്ങളെപ്പോലെ ജോലി ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കി തരികയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇങ്ങനെ ഇതൊക്കെയല്ലേ മനസ്സിലിരിപ്പ്, ഇങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് രോഹിത് പിന്നെയും കുഞ്ഞിനെ പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, അപ്പോൾ അവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നേരവും ശ്യാമ ആകെ ബഹളം ഉണ്ടാക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ ഇത് വഴക്കിലെ അടിയിലൊക്കെ കലാശിക്കുകയുള്ളൂ, കുഞ്ഞിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തീർത്തൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. രോഹിത് പറയുകയാണ്, ഞാൻ ശ്യാമയെ കല്യാണം കഴിക്കുമ്പോൾ എന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും, പക്ഷേ എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തതൊക്കെ, അതിന് വേറൊരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ശ്യാമ ആകെ ദേഷ്യം എന്ന് കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, കുഞ്ഞ് നിൽക്കേണ്ടത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പമാണ്, അതെവിടെയാണെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. നിന്റെ കുഞ്ഞെന്ന് പറയാനായിട്ട് നിനക്ക് എന്ത് അധികാരമാണുള്ളത്, ഇതിൽ കൂടുതൽ ഞാൻ തെളിച്ച് പറയണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്കൊന്നും ഉത്തരവില്ലാതെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് ശാലിനിയുടെ വണ്ടി വരുന്നത്. അങ്ങനെ ശാലിനിയെ കണ്ടിട്ട് ചേച്ചിയമ്മയെന്നും പറഞ്ഞ് ഈ പപ്പിയാണെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ്. അന്നേരം ശാലിനിക്കും വിഷമാവുന്നുണ്ട്. ശാലിനി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം, എന്തിനാ ഇങ്ങനെ ശ്യാമ എന്താ രോഹിത്തിൻ്റെ കൂടെ പോവാത്തത്, എന്താണ് കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഞാൻ അവിടെ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല, എനിക്ക് അത്രയേറെ വിഷമങ്ങൾ അവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ആ പണിക്ക് പോകുന്നതാണല്ലോ നിൻ്റെ പ്രശ്നം, ആ പണിക്ക് രോഹിത് പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, രോഹിത് വിസ വരാനായിട്ട് നിൽക്കുകയല്ലേ, ഗൾഫിൽ
ഗൾഫിൽ പോകാനായിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ അത് അങ്ങനെ തന്നെ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുകയാണ്, ഓ അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് ശ്യാമ നിൽക്കുന്നുണ്ട്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശ്യാമ വിചാരിക്കുന്ന രോഹിത്തിനെ അങ്ങ് ഗൾഫിൽ പറഞ്ഞു വിടും. പിന്നീട് ശ്യാമയാണെങ്കിൽ വീണ്ടും അവിടെ അടുക്കളക്കാരിയെ പോലെ കഴിയുകയും ചെയ്യും. ശാലിനിയെ സത്യഭാമ പണ്ടത്തെ പോലെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. ശ്യാമയ്ക്ക് വീണ്ടും ഒരു വോയിസ് ഇല്ലാതെ നിൽക്കും, കുഞ്ഞിനെ വീണ്ടും ഒറ്റപ്പെടുത്തും എന്നൊക്കെയാണ് ശ്യാമയുടെ മനസ്സിലെ ചിന്ത ഇരിക്കുന്നത്. പക്ഷേ അവിടെ ശ്യാമ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഈ പപ്പിയെ കൂടി കൂട്ടണമെന്നുണ്ട്. അപ്പോൾ ശ്യാമയ്ക്ക് കുഞ്ഞിനെ വിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു രീതി കൊണ്ടാണ് ശ്യാമ ഇങ്ങനെ കിടന്ന് തുള്ളുന്നതൊക്കെ. പക്ഷേ എന്നായാലും കുഞ്ഞിനെ വിട്ടു കൊടുക്കേണ്ടി വരുന്നുള്ളത് ശ്യാമയ്ക്ക് ഉൾക്കൊള്ളാനും സാധിക്കില്ല. അല്ലെങ്കിൽ ശ്യാമയ്ക്കൊരു കുഞ്ഞ് വേണം, എങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഏകദേശം ഒരു പരിഹാരം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നില്ല. ഇനി എന്ത് പറഞ്ഞ് ശ്യാമയെ കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ളതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. എന്തായാലും ശാലിനി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. അത് ഉടനെ കാണും. അത് നമുക്ക് വഴിയറിയാം. ഓക്കെ, താങ്ക് യു.